നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈറ്റമിൻസ് ആയ വൈറ്റമിൻ ഡിയെ പറ്റിയാണ്. ഇതിന്റെ പ്രാധാന്യം എന്ത്, ഇത് എങ്ങനെയാണ് ഉത്പാദിപ്പിക്കുന്നത്, ഇതിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെ നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് വരെ വൈറ്റമിൻ ഡിയുടെ കുറവ് കാരണം എല്ലുകൾക്കുണ്ടാകുന്ന ബലക്കുറവ്, എല്ലുകൾക്കുണ്ടാവുന്ന വളർച്ച കുറവ് ഒക്കെയായിരുന്നു കണ്ടെത്തിയിരുന്നത്. എന്നാൽ പിന്നീട് പല പല ഗവേഷണങ്ങളുടെയും ഫലമായി നമുക്ക് വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം പല അസുഖങ്ങളും ഇതുമൂലം കാരണമാവുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വൈറ്റമിൻ ഡിയുടെ കുറവ് കാരണം ഷുഗർ ഉണ്ടാകാം, ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാം, അങ്ങനെ പല അസുഖങ്ങളുടെയും പ്രധാന കാരണമായി വൈറ്റമിൻ ഡിയെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ശരീരത്തിൽ വൈറ്റമിൻ ഡി എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് നോക്കാം. പ്രധാനമായും രണ്ട് രീതിയിലാണ് വൈറ്റമിൻ ഡി നമുക്ക് ശരീരത്തിൽ കിട്ടുന്നത്. ഒന്ന് സൂര്യപ്രകാശം, രണ്ടാമതായിട്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ കാരണം. സൂര്യപ്രകാശം നമ്മളുടെ സ്കിന്നിൽ പതിക്കുമ്പോൾ അതിനടിയിലുള്ള കൊളസ്ട്രോൾ വൈറ്റമിൻ ഡി ആയി കൺവേർട്ട് ചെയ്യുകയും വൈറ്റമിൻ ഡി ശരീരത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. രണ്ടാമത് ആഹാര പദാർത്ഥങ്ങൾ. എല്ലാ ഭക്ഷണത്തിലും വൈറ്റമിൻ ഡിയുടെ അളവ് ഇല്ല. വളരെ കുറച്ച് ആഹാരത്തിൽ മാത്രമേ വൈറ്റമിൻ ഡിയുടെ അളവ് കൂടുതലായിട്ടുള്ളൂ. പ്രധാനമായും വെജിറ്റബിൾസ്, നട്ട്സ്, മഷ്റൂം, കോഡ് ഓയിൽ, ഫിഷ്, അയില, മത്തി തുടങ്ങിയ മത്സ്യങ്ങളിൽ ഇതിലൊക്കെയാണ് വൈറ്റമിൻ ഡിയുടെ അളവ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും ശരീരത്തിലെ വേദനകൾ, അത് ബോൺ പെയിൻ ആവാം, മസിൽ പെയിൻ ആവാം. പിന്നെ വൈറ്റമിൻ ഡിയുടെ കുറവ് കാരണം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ക്ഷീണം, വിട്ടുമാറാത്ത ക്ഷീണം. അത് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനർജി സെൽ പ്രൊഡക്ഷന് വേണ്ടി ഈ വൈറ്റമിൻ ഡിയുടെ അളവ് വളരെ ഇമ്പോർട്ടൻസ് ആണ്. വൈറ്റമിൻ ഡി കുറയുമ്പോൾ എനർജി ഉണ്ടാവുന്നത് കുറയുകയും വളരെയധികം ക്ഷീണം നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. ബ്രെയിൻ സെൽസിന്റെ വളർച്ചയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ആയ വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. സോ ഇത് കാരണം ഡിപ്രഷനിലേക്ക് പോവാം. വൈറ്റമിൻ ഡി കുറവ് കാരണം ചില ആളുകൾക്ക് തല മാത്രം വിയർക്കൽ അത് കാണാവുന്നതാണ്. യൂഷ്വലി നമ്മളുടെ ശരീരം ഫുള്ളായിട്ടായിരിക്കും വിയർക്കുക, ഇത് തലയുടെ അവിടെ മാത്രം വിയർക്കൽ ഉണ്ടാവുക. ഇത് ഒരു രോഗലക്ഷണങ്ങളായിട്ട് വൈറ്റമിൻ ഡിയുമായിട്ട് കാണാവുന്നതാണ്. പിന്നെ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാം, ഹെയർ ഫാൾ ഉണ്ടാവാം, ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് നഷ്ടപ്പെടുക, അതായത് യൂഷ്വലി ഉറക്കത്തിന്റെ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടുക. വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, സ്ട്രെസ് അങ്ങനെയുള്ള കാരണങ്ങളൊന്നുമില്ലെങ്കിൽ വൈറ്റമിൻ ഡി കാരണവും ഈ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് നഷ്ടപ്പെടാം. പിന്നീട് പല രോഗങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. ഇൻസുലിന്റെ പ്രൊഡക്ഷൻ, ഇൻസുലിൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയ വൈറ്റമിനിൽ ഒന്നാണ് വൈറ്റമിൻ ഡി. അതുകൊണ്ട് പ്രമേഹ രോഗികൾ നിർബന്ധമായും വൈറ്റമിൻ ഡിയുടെ ടെസ്റ്റ്, ബ്ലഡിലുള്ള ലെവൽ എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. ഇനി ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ വൈറ്റമിൻ ഡിയുടെ ബ്ലഡിലുള്ള അളവ് എത്രയാണെന്ന് നോക്കി യൂഷ്വൽ അളവിനെക്കാട്ടും കുറവാണെങ്കിൽ അതിന്റെ കറക്ഷൻ അത്യാവശ്യമായിരിക്കും. വൈറ്റമിൻ ഡിയുടെ അളവ് കുറവാണെങ്കിൽ അത് കൂട്ടാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുക? ഒന്ന്, ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കൂട്ടുക, അതായത് എക്സസൈസ്, നടത്തം, അങ്ങനെയുള്ള ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കൂട്ടുക. വൈറ്റമിൻ ഡി അടങ്ങിയിരിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക. പിന്നെ ഗുളികകളായും ഇല്ലെങ്കിൽ പൊടിയായും വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ അത് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം വൈറ്റമിൻ ഡിയുടെ സപ്ലിമെന്റ്സ് എടുക്കുക, അത് കൂട്ടാൻ വേണ്ടിയിട്ട്.